ഉം. നിങ്ങളുടെ കൈ ഒടിഞ്ഞാൽ എക്സ്റേ അത് കൃത്യമായി കാണിച്ചു തരും അല്ലേ? അതെ, തീർച്ചയായും. അതിൽ യാതൊരു സംശയവുമില്ല. ആ മെഷീനിൽ നിന്ന് എടുക്കുന്ന ഫിലിമിലെ വെളുത്ത വര ഡോക്ടർ ചൂണ്ടിക്കാണിച്ചു പറയും, ഇതാണ് പ്രശ്നമെന്ന്. ഉം. അവിടെയോ യാതൊരു ആശയക്കുഴപ്പവുമില്ല. അതായത് അതൊരു തരം എഞ്ചിനീയറിംഗ് പോലെയാണ്, വളരെ കൃത്യമാണ് കാര്യങ്ങൾ. എന്നാൽ നിങ്ങളുടെ ഉള്ളിലെ യാഥാർത്ഥ്യം, എന്താ പറയാ, നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കാണിക്കാൻ എന്ത് മെഷീനാണുള്ളത്? ശരിയാണ്. അങ്ങനെയൊന്നും നമുക്കില്ലല്ലോ. അതെ, അങ്ങനെയൊന്നും നമുക്കില്ല എന്നതാണ് സത്യം. അവിടെയാണ് മനുഷ്യന്റെ മനസ്സിനെയും നമ്മുടെ അസ്തിത്വത്തെയും കുറിച്ചുള്ള അന്വേഷണങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകുന്നത്. കാരണം ഒരു ആധുനിക മെഡിക്കൽ സ്കാനറിനും നിങ്ങളുടെ ഉള്ളിലെ ശൂന്യതയോ ലക്ഷ്യമില്ലായ്മയോ സ്കാൻ ചെയ്ത് കാണിച്ചു തരില്ല. കൃത്യം. അതൊരു ഫിസിക്കൽ കാര്യവുമല്ലല്ലോ. അതെ. അതുകൊണ്ടുതന്നെ അത്തരം കാര്യങ്ങൾ അളക്കാൻ പുരാതനകാലം മുതൽ മനുഷ്യൻ പല തത്വചിന്തകളെയും ഗ്രന്ഥങ്ങളെയും ആശ്രയിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഈ ആഴത്തിലുള്ള അന്വേഷണം വളരെ കൗതുകകരമായ ഒരു സ്രോതസ്സിലേക്കാകുന്നത്. പുരാതനമായ ഒരു ഗ്രന്ഥത്തിലെ, കൃത്യമായി പറഞ്ഞാൽ ഖുറാനിലെ ഒരൊറ്റ വാചകം, അതായത് ഒരായത്ത്, ആ ഒരൊറ്റ വാചകം എങ്ങനെ നമ്മുടെ ജീവിതത്തെ മുഴുവൻ സ്കാൻ ചെയ്യുന്ന ഒരു മെഷീനായി മാറുന്നു എന്ന് പരിശോധിക്കുന്നൊരു ലേഖനമാണ് ഇന്ന് നമ്മുടെ മുൻപിലുള്ളത്. അതൊരു വളരെ രസകരമായ വിഷയമാണല്ലോ. അതെ. കേൾക്കുമ്പോൾ ചിലപ്പോൾ അത്ഭുതം തോന്നാം. ഒരു ചെറിയ വാചകത്തിന് അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് എങ്ങനെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ശരിയാണ്. അതാണ് ഇന്ന് നമ്മൾ വിശദമായി അഴിച്ചെടുക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാല് ഈ ലേഖനം നമ്മളെ കൊണ്ടുപോകുന്നത് വെറുമൊരു മതപരമായ തലത്തിലേക്ക് മാത്രമല്ല, അതായത് വളരെ സൂക്ഷ്മമായ ഒരു മനഃശാസ്ത്ര തലത്തിലേക്ക് കൂടിയാണ്. അങ്ങനെയാണല്ലേ? അതെ. ഈ ഒരൊറ്റ വചനത്തിന്റെ കാതലെന്ന് പറയുന്നത് അതിലടങ്ങിയിരിക്കുന്ന ഒരു വാചാടോപപരമായ ചോദ്യമാണ്. അതായത് ഒരു റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ. സാധാരണഗതിയിൽ മനുഷ്യർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തെങ്കിലും പുതിയ വിവരം അറിയാനാണല്ലോ. പക്ഷെ ഇവിടെ ഈ ചോദ്യം ചോദിക്കുന്നയാൾക്ക് അല്ലെങ്കിൽ ആ ഗ്രന്ഥത്തിന് ഇതിന്റെ ഉത്തരം നേരത്തെ തന്നെ അറിയാം. അപ്പോൾ പിന്നെ ഉത്തരം അറിയാവുന്ന ഒരാള് എന്തിനാണ് വീണ്ടും ആ ചോദ്യം ചോദിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊരു ചോദ്യമല്ല, മറിച്ച് അതൊരു കണ്ണാടിയാണെന്നാണോ ലേഖകൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ്. അതൊരു കണ്ണാടിയാണ്. നമ്മൾ ഓരോരുത്തരും എങ്ങനെ ആയിരിക്കണം എന്നൊരു ഉത്തമമായ അവസ്ഥയുണ്ട്. അതായത് ഒരു ഐഡിയൽ സ്റ്റേറ്റ്. അതെ, എല്ലാവർക്കും അങ്ങനെ ഒന്നുണ്ടാകുമല്ലോ. എന്നാൽ നമ്മുടെ യഥാർത്ഥ ദൈനംദിന ജീവിതം മറ്റൊന്നായിരിക്കും. ഈ രണ്ട് അവസ്ഥകളും തമ്മിൽ വളരെ വലിയൊരു വിടവുണ്ട്, ഒരു ഗ്യാപ്പ്. ശരിയാണ്. ഈ ചോദ്യം നിങ്ങളുടെ ജീവിതത്തിന് നേരെ പിടിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ എവിടെ നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തന്നെ സ്വയം തിരിച്ചറിയുക എന്നതാണിതിന്റെ ലക്ഷ്യം. എനിക്കിത് ഇന്നത്തെ കാലത്തെ ഒരു കാര്യവുമായി ഉപമിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. എന്താണത്? നമ്മുടെ സ്മാർട്ട് ഫോണിലെ സ്ക്രീൻ ടൈം റിപ്പോർട്ട് നോക്കുന്നത് പോലെയാണോ ഇത്? രസകരമായൊരു താരതമ്യമാണല്ലോ. അല്ലേ? അതായത് കൂടുതൽ നേരം ഫോൺ നോക്കരുത്, അത് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് നമുക്കറിയാം. അതാണ് നമ്മുടെ ഉത്തമമായ അവസ്ഥ. പക്ഷേ ആഴ്ചാവസാനം ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു, നിങ്ങൾ ദിവസം 8 മണിക്കൂർ ഫോൺ ഉപയോഗിച്ചു എന്ന്. അവിടെ നമ്മൾ എന്തിനൊക്കെ ഫോൺ ഉപയോഗിച്ചു എന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തിലെ ആ വലിയ വിടവ് അത് കൃത്യമായി കാണിച്ചു തരുന്നു. നമ്മൾ വിചാരിക്കുന്ന നമ്മളും യഥാർത്ഥത്തിലുള്ള നമ്മളും തമ്മിലുള്ള ആ വ്യത്യാസം. ആ സ്ക്രീൻ ടൈം താരതമ്യം ശരിക്കും രസകരമാണ്. പക്ഷെ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ആ റിപ്പോർട്ട് കാണുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? ആ നോട്ടിഫിക്കേഷൻ സ്വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ കയറും. അതെ, അത് സത്യമാണ്. നമ്മളത് കാര്യമാക്കാറില്ല. അവിടെയാണ് ഈ ലേഖനം സംസാരിക്കുന്ന കണ്ണാടി വ്യത്യാസപ്പെടുന്നത്. ഈ ചോദ്യം ഉയർത്തുന്ന കണ്ണാടി നിങ്ങൾക്ക് വെറുതെ സ്വൈപ്പ് ചെയ്ത് കളയാൻ പറ്റില്ല. എന്തുകൊണ്ട്? കാരണം ഇത് നിങ്ങളെ ഉള്ളിൽ വളരെ ശക്തമായ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നു. എന്ത് തരത്തിലുള്ള അസ്വസ്ഥത? അതായത് അത് കുറച്ചുകൂടി വ്യക്തമാക്കാമോ? മനഃശാസ്ത്രത്തിൽ ഇതിനെ കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് വിളിക്കാം. കോഗ്നിറ്റീവ് ഡിസോണൻസ്? അതെ. നമ്മൾ ശരിയാണെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളും നമ്മൾ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും തമ്മിൽ പൊരുത്തപ്പെടാതെ വരുമ്പോൾ നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ആ വലിയ മാനസിക സംഘർഷമുണ്ടല്ലോ, അതാണിത്. മനസ്സിലായി. ആ ചോദ്യം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യമില്ലായ്മയെക്കുറിച്ച് നിങ്ങൾ തന്നെ ബോധവാന്മാരാകും. ആ സംഘർഷം നിങ്ങളെ വെറുതെ ഇരിക്കാൻ അനുവദിക്കില്ല. ഇപ്പോൾ എനിക്കത് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. ആ വിടവ് തിരിച്ചറിഞ്ഞാൽ പിന്നെ നമുക്ക് പഴയതുപോലെ കണ്ണടച്ച് ഇരുട്ടാക്കി ജീവിക്കാൻ കഴിയില്ലല്ലോ. തീർച്ചയായുമില്ല. ആ കോഗ്നിറ്റീവ് ഡിസോണൻസിൽ നിന്ന്
അല്ലെങ്കിൽ ആ മാനസിക സംഘർഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് അടുത്ത പടിയിലേക്ക് കടന്നേ തീരൂ. നമ്മളെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ അത് നിർബന്ധിതരാക്കും. അതെ, അതുകൊണ്ട് തന്നെയാണ് ആ അസ്വസ്ഥത നിങ്ങളെ ഒരു യാത്ര ചെയ്യാൻ നിർബന്ധിതനാക്കുന്നത്. ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്ന രണ്ടാമത്തെ പ്രധാന വിഷയവും അതാണ്. എന്താണത്? ആ വചനത്തിൽ ഒരിടത്തും ഒരു യാത്രയെക്കുറിച്ച് നേരിട്ട് പറയുന്നില്ല, എങ്കിലും അതിലുടനീളം ഒരു യാത്രക്കാരന്റെ രൂപകമുണ്ട്, ഒരു ട്രാവലർ മെറ്റഫർ. ഓഹോ. ഇവിടെ മനുഷ്യന്റെ രണ്ട് വ്യത്യസ്ത അവസ്ഥകൾ തമ്മിലുള്ള വലിയ വ്യത്യാസമാണ് കാണിക്കുന്നത്. ഒന്ന്, സാഹചര്യങ്ങളാൽ വെറുതെ വലിച്ചെറിയപ്പെടുന്ന അവസ്ഥ, അതായത് ത്രോണായ ഒരവസ്ഥ. രണ്ട്, കൃത്യമായ ലക്ഷ്യബോധത്തോടെ ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്ന അവസ്ഥ, അറൈവിംഗ്. വലിച്ചെറിയപ്പെടുന്ന അവസ്ഥയെന്ന് പറയുമ്പോൾ എന്താ പറയാ, എനിക്ക് മനസ്സിലേക്ക് വരുന്നത് കേടായ GPS ഉള്ള ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറിലിരിക്കുന്നത് പോലെയാണ്. അതൊരു നല്ല ഉദാഹരണമാണ്. കാർ എങ്ങോട്ടോ പോകുന്നു, നമ്മൾ വെറുതെ അതിലിരിക്കുന്നു. എവിടെ പോയി ഇടിക്കുമെന്നും നമുക്കറിയില്ല, എവിടേക്കാണ് പോകുന്നതെന്നും അറിയില്ല. ആ കാറിന്റെ ഉദാഹരണം വളരെ കൃത്യമാണ്. ശരിക്കും പറഞ്ഞാൽ പല ആളുകളുടെയും ജീവിതം അങ്ങനെയാണ്. അവർ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്നില്ല, അവർ കേവലം അനന്തരഫലങ്ങളുടെ ഇരകളാണ്. ശരിയാണ്. എന്നാൽ എത്തിച്ചേരുകയെന്ന് പറയുന്നത് ആ സെൽഫ് ഡ്രൈവിംഗ് കാറിന്റെ സ്റ്റിയറിംഗ് വീൽ നിങ്ങൾ തന്നെ കയ്യിലെടുക്കുന്ന അവസ്ഥയാണ്. അതെ, നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്യുന്നു. അത് പൂർണ്ണമായ അവബോധത്തോടെ, അതായത് അവെയർനെസ്സോടെ നടത്തുന്നൊരു തീരുമാനമാണ്. അപ്പോൾ നിങ്ങൾ ഇരയല്ല, മറിച്ച് നിങ്ങളുടെ യാത്രയുടെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലാണ്. ഓരോ നിമിഷം. അവിടെ എനിക്കൊരു സംശയമുണ്ട്. എന്താണ്? ഈ വലിച്ചെറിയപ്പെടുന്ന അവസ്ഥയും ലക്ഷ്യബോധവും തമ്മിലുള്ള അതിർവരമ്പ് അത്ര വ്യക്തമാണോ? നമ്മളിൽ ഭൂരിഭാഗം പേരും സ്റ്റിയറിംഗ് വീൽ പിടിക്കുന്നവരല്ലേ? അങ്ങനെയാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അതെ, അതായത് ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, കൃത്യമായി എന്റെ EMI അടയ്ക്കുന്നു, കുട്ടികളെ സ്കൂളിൽ വിടുന്നു. ഇതൊക്കെ നമ്മൾ ബോധപൂർവം ചെയ്യുന്ന കാര്യങ്ങളല്ലേ? ഇതിനെ വെറുതെ സാഹചര്യങ്ങളാൽ വലിച്ചെറിയപ്പെടുന്ന അവസ്ഥ എന്ന് വിളിക്കാൻ പറ്റുമോ? ഒറ്റനോട്ടത്തിൽ നമ്മൾ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നുണ്ടെന്ന് തോന്നും. പക്ഷെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതെല്ലാം ഒരു അൽഗോരിതമിക് ജീവിതം മാത്രമാണ്. അൽഗോരിതമിക് ജീവിതം അതായത് സമൂഹം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാറ്റേണിലൂടെ നമ്മൾ യാന്ത്രികമായി സഞ്ചരിക്കുന്നു. എല്ലാവരും ജോലിക്ക് പോകുന്നു, ഞാനും പോകുന്നു. എല്ലാവരും വീട് വയ്ക്കുന്നു, ഞാനും വയ്ക്കുന്നു. അത് യഥാർത്ഥത്തിൽ അവബോധത്തോടെയുള്ള തീരുമാനങ്ങളല്ല. ഞാൻ ചിന്തിക്കുന്നതിനപ്പുറം അതിലൊരു അർത്ഥമുണ്ടല്ലേ? തീർച്ചയായും. ഈ ലേഖനം ചോദിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആഴത്തിലുള്ള ലക്ഷ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാണോ എന്നാണ്. നിങ്ങളുടെ കയ്യിൽ സ്റ്റിയറിംഗ് വീൽ ഉണ്ടായിട്ടും നിങ്ങളത് ഉപയോഗിക്കാതെ സിസ്റ്റത്തിന് വിട്ടുകൊടുക്കുകയാണോ എന്ന്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പിന്നിലെ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരമില്ലെങ്കിൽ നമ്മൾ വെറുതെ വലിച്ചെറിയപ്പെടുകയാണെന്നർത്ഥം. അതെ, കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. അപ്പോൾ ബോധപൂർവമുള്ള ഒരു യാത്ര അല്ലെങ്കിൽ അവബോധം എന്നത് വെറുതെ റൂട്ടീൻ ഫോളോ ചെയ്യുന്നതിലല്ല, മറിച്ച് ഓരോ ചെറിയ തീരുമാനങ്ങളിലും നമ്മൾ കൊണ്ടുവരേണ്ട ഒന്നാണ്. നമ്മൾ എവിടെയാണ് എത്തിച്ചേരേണ്ടത് എന്ന ആഴത്തിലുള്ള ബോധ്യം വരുമ്പോഴാണ് യഥാർത്ഥ യാത്ര ആരംഭിക്കുന്നത്, അല്ലാതെ കേവലം ജീവിച്ചു തീർക്കുന്നതിലല്ല. ശരി, എങ്കിൽ നമ്മളിങ്ങനെ സ്റ്റിയറിംഗ് വീൽ കയ്യിലെടുത്ത് ബോധപൂർവം ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പുതിയൊരു പ്രതിസന്ധി ഉയർന്നു വരുന്നില്ലേ? എന്ത് പ്രതിസന്ധി? അതായത് നമ്മൾ ആർക്കു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ ലക്ഷ്യങ്ങൾ നേടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ ആ ജോലിയും വീടും എന്റെ സ്വന്തം വളർച്ചയ്ക്കാണോ, അതോ ചുറ്റുമുള്ള സമൂഹത്തിന്റെ കയ്യടിക്ക് വേണ്ടിയാണോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണിത്. അവിടെയാണ് ഈ ലേഖനം സംസാരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവസാന ആശയത്തിലേക്ക് നമ്മൾ എത്തുന്നതെന്ന് തോന്നുന്നു. ആ വചനത്തിലെ അവസാന ഭാഗം, അതായത് നിങ്ങൾ ചെയ്യുന്നതെല്ലാം അവൻ കാണുന്നു എന്നതാണ്. ശരിയാണ്. ഈ വരി കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം എന്താണ് വരുന്നത്? സത്യം പറയട്ടെ, ഇതൊരു വല്ലാത്ത ആശയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട്? ഒരാൾ നമ്മളെ എപ്പോഴും നിരീക്ഷിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അതൊരു പെനോപ്റ്റിക്കൺ പോലെ, അല്ലെങ്കിൽ എപ്പോഴും ഒരു വലിയ CCTV ക്യാമറയുടെ താഴെ നിൽക്കുന്നത് പോലെയുള്ള ഒരു ഭയമല്ലേ ഉണ്ടാക്കുന്നത്? ഒരുതരം സർവൈലൻസ് ഭയം. അതെ, എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് ചിന്തിക്കുന്നു എന്നാരെങ്കിലും നിരീക്ഷിക്കുന്നുണ്ടെന്ന ചിന്ത ഒരു വലിയ സമ്മർദ്ദമാണ്. എനിക്കത് എക്കാലത്തുമുള്ള ഒരു നിരീക്ഷണമായി, ഒരു ഡിസ്റ്റോപ്യൻ സർവൈലൻസ് ആയിട്ടാണ് തോന്നുന്നത്. അതിലൊരു സ്വാതന്ത്ര്യവും ഞാൻ കാണുന്നില്ല. നിങ്ങളുടെ ആ തോന്നൽ വളരെ സ്വാഭാവികമാണ്. ആധുനിക മനുഷ്യന് നിരീക്ഷണം എന്ന് പറയുന്നത് എപ്പോഴും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ഒന്നാണല്ലോ. അതെ, അതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞത്.
എന്നാൽ ഈ ലേഖകൻ ഇതിനെ കാണുന്നത് നേരെ തിരിച്ചാണ്. ഈ എക്കാലത്തുമുള്ള നിരീക്ഷണത്തെ അദ്ദേഹം ഒരു വലിയ വിമോചനമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ലിബറേഷൻ. അല്ല, ഒരു നിമിഷം. ഒരു ഡിസ്റ്റോപ്പിയൻ ക്യാമറ എങ്ങനെയാണ് വിമോചനമാകുന്നത്? ആരും കാണാത്തപ്പോഴല്ലേ നമ്മൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകുന്നത്? അതിനുത്തരം കണ്ടെത്താൻ നമ്മൾ മനുഷ്യന്റെ മനഃശാസ്ത്രവും സമൂഹവും തമ്മിലുള്ള ബന്ധമൊന്ന് പരിശോധിക്കണം. നോക്കൂ, നമ്മൾ എന്തിനാണ് എപ്പോഴും ഈ സമൂഹത്തിന് മുൻപിൽ ഓരോരോ മുഖമൂടികൾ അണിയുന്നത്? പരിണാമപരമായി നോക്കിയാൽ മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ കൂട്ടത്തിനൊന്ന് ഒറ്റപ്പെട്ടു പോകുമെന്നൊരു ഭയം മനുഷ്യന്റെ ഉള്ളിലുണ്ട്. ശരിയാണ്, നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അതെ. അതുകൊണ്ട് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ച് നമ്മളെപ്പോഴും ഒരുതരം PR വർക്കിലാണ്. ഈ നിരന്തരമായ അഭിനയം തലച്ചോറിന് വലിയൊരു ഭാരമാണ് നൽകുന്നത്, വലിയൊരു കോഗ്നിറ്റീവ് ലോഡ്. അതെ, അത് വലിയൊരു സത്യമാണ്. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി എപ്പോഴും ചിരിച്ച മുഖത്തോടെ നടക്കുക, അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, പിന്നെ സമൂഹമാധ്യമങ്ങളിൽ നമ്മൾ വളരെ സന്തോഷവാന്മാരാണെന്ന് വരുത്തി തീർക്കുക, ഇതൊക്കെ വലിയൊരു ഊർജം നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. തീർച്ചയായും. നമ്മൾ ശരിക്കും നമ്മളായിട്ടിരിക്കുന്ന സമയങ്ങൾ വളരെ കുറവാണ്. ഇപ്പോൾ ആലോചിച്ചു നോക്കൂ, നിങ്ങളെ പൂർണ്ണമായും അറിയുന്ന, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലെ ഏറ്റവും ഇരുണ്ട ചിന്തകൾ വരെ കാണാൻ കഴിയുന്ന ഒരാളുണ്ട്, അല്ലെങ്കിൽ ഒരു ശക്തിയുണ്ട് എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക? അവിടെ ഈ മുഖമൂടികൾക്ക് യാതൊരു പ്രസക്തിയുമില്ലാതാകും. കാരണം ആ ശക്തിക്ക് മുൻപിൽ നിങ്ങൾക്കൊന്നും ഒളിച്ചുവെക്കാനില്ല, ഒളിച്ചുവെച്ചിട്ട് കാര്യവുമില്ല. അതായത് പൂർണ്ണമായും നിരീക്ഷിക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ സമൂഹത്തിന് മുന്നിലുള്ള നിങ്ങളുടെ PR വർക്കുകൾ നിങ്ങൾ അവസാനിപ്പിക്കുന്നു. ആ നിരീക്ഷണം നിങ്ങളെ മറ്റുള്ളവരുടെ വിധികളിൽ നിന്ന്, അവരുടെ പ്രതീക്ഷകളിൽ നിന്ന് സ്വതന്ത്രനാക്കുന്നു. എനിക്കിപ്പോൾ അതിന്റെ മെക്കാനിസം ശരിക്കും പിടികിട്ടി. അല്ലേ? അതെ. അതൊരു ഭയപ്പെടുത്തുന്ന സർക്കാരോ CCTV ക്യാമറയോ അല്ല. മറിച്ച് നമുക്ക് ഏറ്റവും സുരക്ഷിതത്വം തോന്നുന്ന, നമ്മളെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഒരാളോട് എല്ലാം തുറന്നു പറയുന്നത് പോലെയുള്ള ഒരു ആശ്വാസമാണ്. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ്. ആരും എന്തും വിചാരിച്ചോട്ടെ, എന്നെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഒരാളുണ്ടല്ലോ എന്ന ചിന്ത ആ വലിയ മാനസിക ഭാരം ഇറക്കിവെക്കാൻ സഹായിക്കുന്നു. സമൂഹത്തിനു മുന്നിലണിയുന്ന ആ വലിയ മുഖമൂടികൾ നമ്മൾ അഴിച്ചുവെക്കുന്നു. അതെ, അത് തന്നെയാണ് സംഭവിക്കുന്നത്. മറ്റുള്ളവരെ ബോധിപ്പിക്കാനുള്ള ഈ നിരന്തരമായ പ്രകടനങ്ങൾ അവസാനിക്കുമ്പോഴാണ് സ്വകാര്യ ജീവിതത്തിൽ തികഞ്ഞ സത്യസന്ധതയോടെ, അഥവാ ഇന്റഗ്രിറ്റിയോടെ ജീവിക്കാൻ ഒരാൾക്ക് കഴിയുന്നത്. അപ്പോൾ ആരും കാണാനില്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളാണ് നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം. എന്ത് ലക്ഷ്യത്തിലേക്കാണ് ഞാൻ സഞ്ചരിക്കുന്നത് എന്ന് മറ്റാരെയും ബോധിപ്പിക്കേണ്ടതില്ല എന്ന ഈ വിമോചനം ലഭിക്കുമ്പോഴാണ് നാം നേരത്തെ പറഞ്ഞ ആ യാഥാർത്ഥ യാത്ര ആരംഭിക്കുന്നത്. അതാണ് ലക്ഷ്യത്തിലെത്തിച്ചേരുക എന്ന് പറയുന്നത്. അതായത് സമൂഹത്തിന്റെ കയ്യടികൾക്ക് വേണ്ടിയുള്ള യാത്രയല്ല, മറിച്ച് സ്വന്തം ആത്മീയവും വ്യക്തിപരവുമായ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള യാത്ര. അതെ. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങളെ ഒരു യുക്തിസഹമായ യാത്രയായി തന്നെ കാണാം. നമ്മളൊരു ചെറിയ വാചകത്തിൽ തുടങ്ങി, അത് നമ്മുടെ ജീവിതത്തിലെ ഉത്തമമായ അവസ്ഥയും നമ്മുടെ യഥാർത്ഥ അവസ്ഥയും തമ്മിലുള്ള വലിയ വിടവ് കാട്ടിത്തരുന്ന ഒരു കണ്ണാടിയായി മാറി. ആ വിടവ് നമ്മളിൽ ഉണ്ടാക്കുന്ന ആ മാനസികമായ അസ്വസ്ഥത, അല്ലെങ്കിൽ ആ കോഗ്നിറ്റീവ് ഡിസൊണൻസ് നമ്മെ എഴുന്നേറ്റ് നടക്കാൻ പ്രേരിപ്പിച്ചു. അതെ. പിന്നീട് നമ്മൾ ആ യാത്രയെക്കുറിച്ച് സംസാരിച്ചു. സ്വന്തം ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് വീൽ യാന്ത്രികമായ ഒരു സിസ്റ്റത്തിന് വിട്ടുകൊടുത്ത് വെറുതെ സാഹചര്യങ്ങളാൽ വലിച്ചെറിയപ്പെടുന്നതിനു പകരം നമ്മൾ എങ്ങനെ ബോധപൂർവം നമ്മുടെ ആഴത്തിലുള്ള ലക്ഷ്യത്തിലേക്ക് ഡ്രൈവ് ചെയ്യണമെന്ന് മനസ്സിലാക്കി. തുടർന്ന് ആ യാത്രയിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി നമ്മൾ അണിയുന്ന മുഖമൂടികളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. സർവവും കാണുന്ന ഒരു ശക്തിയുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മെ ഭയപ്പെടുത്തുന്ന ഡിസ്റ്റോപ്യൻ ക്യാമറയാകുന്നതിനു പകരം ആ നിരന്തരമായ അഭിനയങ്ങളിൽ നിന്ന് നമ്മെ പൂർണ്ണമായും വിമുക്തരാക്കി യഥാർത്ഥ സത്യസന്ധതയിലേക്ക് നമ്മെ നയിക്കുന്നതെങ്ങനെയെന്നും നമ്മൾ ചർച്ച ചെയ്തു. ശരിക്കും ഒരു വാചകത്തിൽ നിന്ന് വികസിച്ചു വന്ന വളരെ വലിയൊരു ദാർശനികവും മനഃശാസ്ത്രപരവുമായ തലമാണിത്. അറിവെന്നത് നമ്മൾ വെറുതെ കേൾക്കുന്ന വിവരങ്ങൾ മാത്രമല്ലല്ലോ, അത് നമ്മുടെ പ്രവർത്തനങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതാണ് പ്രധാനം. തീർച്ചയായും. ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് ചേരുമ്പോഴാണ് അതൊരു പൂർണ്ണമായ ജീവിതപാഠമാകുന്നത്. കണ്ണാടിയിലൂടെ സ്വയം കാണുക, ലക്ഷ്യബോധത്തോടെ യാത്ര ചെയ്യുക, തികഞ്ഞ സത്യസന്ധതയോടെ ജീവിക്കുക. വളരെ ശരിയാണ്. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളതിതാണ്: നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ.
നിങ്ങൾ ഓരോ ദിവസവും എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണോ? അതോ ആ സെൽഫ് ഡ്രൈവിംഗ് കാറിലിരുന്ന് ഒരു ആൽഗോരിതം തീരുമാനിക്കുന്ന പാതയിലൂടെ നിങ്ങൾ വെറുതെ വലിച്ചെറിയപ്പെടുകയാണോ? അതൊരു നല്ല ചോദ്യമാണ്. അതെ, ഈ അറിവിനെ വെറുമൊരു കേൾവി സുഖമായി മാത്രം കാണാതെ നിങ്ങളുടെ ജീവിതത്തിലെ ആഴത്തിലുള്ള ലക്ഷ്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകാൻ ഒരു ടൂളായി നിങ്ങൾ ഉപയോഗിക്കുക. തീർച്ചയായും. ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് സ്വന്തമായി ചിന്തിക്കാനായി നിങ്ങളെ അല്പം അലോസരപ്പെടുത്തുന്ന എന്നാൽ അത്യാവശ്യമായ ഒരു ചോദ്യം കൂടി ഞാൻ നൽകാം. നിങ്ങളുടെ ചുറ്റുമുള്ള സമൂഹത്തിന്റെ കണ്ണുകൾ നിങ്ങളിൽ നിന്നും പൂർണ്ണമായും മാറിയാൽ, നിങ്ങളുടെ പ്രവൃത്തികൾക്ക് സമൂഹത്തിൽ നിന്ന് യാതൊരു അംഗീകാരമോ പ്രതിഫലമോ ശിക്ഷയോ ലഭിക്കില്ല എന്ന് ഉറപ്പായാൽ, ചുരുക്കത്തിൽ നിങ്ങൾ തികഞ്ഞ സ്വകാര്യതയിലാണെങ്കിൽ, നിങ്ങളുടെ യഥാർത്ഥ സത്യസന്ധത തെളിയിക്കുന്ന ആദ്യത്തെ പ്രവൃത്തി എന്തായിരിക്കും? നിങ്ങളെ പൂർണ്ണമായി അറിയുന്ന ഒരാൾക്ക് മുന്നിൽ മറ്റെന്ത് അഭിനയമാണിനി നിങ്ങൾക്ക് ബാക്കിയുള്ളത്? വളരെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം. അതെ, ആ സ്വകാര്യ നിമിഷത്തിലെ നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങളുടെ യഥാർത്ഥ യാത്രയുടെ തുടക്കം. ഈ ആഴത്തിലുള്ള അന്വേഷണത്തിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്നതിന് വലിയ നന്ദി. ശുഭദിനം.